ഹലോ ഫ്രണ്ട്സ്, കേരളത്തിലെ കാലാവസ്ഥയിൽ അടിപൊളിയായി കായ്ക്കുന്ന കുറച്ച് വെറൈറ്റിയായ പ്ലാവുകൾ പരിചയപ്പെട്ടാലോ? ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ചു തുടങ്ങുന്നതായിരിക്കും. വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ 2 വെറൈറ്റീസാണുള്ളത്, റെഡും യെല്ലോയും. ഇത് നമ്മുടെ യെല്ലോ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. 5 കിലോ മുതൽ 12 കിലോ വരെയുള്ള ചക്കകളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഡ്രമ്മിൽ കായ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാവ് വിയറ്റ്നാം സൂപ്പർ ഏർലി തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഏറ്റവും കുറവ് പ്രായം കൊണ്ട് കേരളത്തിൽ കായ്ക്കുന്ന പ്ലാന്റ് വിയറ്റ്നാം സൂപ്പർ ഏർലി തന്നെയാണ്. രണ്ടാമത് നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റിയ ഒരു ചക്ക J33 എന്ന ഈ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നല്ല ഡാർക്ക് ആൻഡ് ഷാർപ്പായിട്ടുള്ള ലീവ്സ് ആയിരിക്കും. ഇതിൻ്റെ വെയിൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 3 വർഷം കൊണ്ട് ഇത് കായ്ക്കാൻ തുടങ്ങുന്നതായിരിക്കും. 10-25 കിലോയോളം ഭാരം വരുന്ന ചക്കകൾ നമുക്ക് ഈ പ്ലാവിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഏറ്റവും മധുരമുള്ള ചക്ക കിട്ടുന്നത് നമ്മുടെ J33 എന്ന ഈ ഇനത്തിൽ നിന്നാണ്. അതിശയ് ജാക്ക് എന്ന പേരുള്ളൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ചക്ക പൊട്ടിച്ച് താഴെ ഇട്ടാൽ പോലും ഇതിനൊന്നും പറ്റില്ല. പിന്നെ 10 ദിവസം വരെ ഈ ചക്ക കേടുവരാതെ ഇരിക്കുന്നതായിരിക്കും. ഇത് കായ്ക്കാൻ അപ്രോക്സിമേറ്റ് 4 വർഷമെങ്കിലും എടുക്കുന്നതായിരിക്കും. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കൂടുതലും ആൾക്കാർ ഇങ്ങനെയുള്ള ചക്കയാണ് കൊണ്ടുവരിക, കാരണം കേടുവരാതെ. ചക്ക കേടുവരാതെ ഒരുപാട് കാലം കേരളത്തിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ അതിശയ് ജാക്ക് തന്നെ ചൂസ് ചെയ്യണം. ചുവന്ന ചിളകൾ ആവശ്യമുള്ളവർക്ക് നടാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ധൻസൂര്യ. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ചുവന്ന ചുളകൾ തന്നെയാണ്. അപ്രോക്സിമേറ്റ് 4 കൊല്ലം ഇത് കായ്ക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും. ദൂരത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല, വളരെയധികം മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ചുവന്ന ചുളകൾ ആവശ്യമുള്ളവർക്ക് നടാൻ പറ്റിയൊരു വെറൈറ്റിയാണിത്. ഇപ്പം ഞാൻ പറഞ്ഞ അത്രയും വെറൈറ്റീസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ്. കേരളത്തിൽ എവിടെയും ഒരു പ്ലാന്റ് ആണെങ്കിൽ പോലും ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഒരെണ്ണത്തിൻ്റെ വില വെറും 60 രൂപ മാത്രമാണ്.